സാക്ഷാൽ കംസൻ്റെ ഒരു മഹാഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. രാത്രിയിൽ പാതിരാത്രി കഴിഞ്ഞപ്പോൾ ദ്വാരപാലകർ കാവൽക്കാർ ഓടി വന്ന് പറഞ്ഞു, ദേവകീ ദേവിക്ക് വയറൊഴിഞ്ഞിരിക്കുന്നുവെന്ന്. അതായത് ദേവകീ ദേവിക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നുവെന്ന് കേട്ടപാതി ഉടനെ കംസൻ ഓടി വന്നു. വാളും കൊണ്ടാണ് വന്നത്. വന്നു കഴിഞ്ഞ് നോക്കിയപ്പം ചവിട്ടി തുറന്നിട്ടാണ് അകത്ത് കയറിയത്. നോക്കിയപ്പോഴതാ ദേവകി കരഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടു ദേവകി പറഞ്ഞു, ഇത് ഒരു പെൺകുഞ്ഞാണ്, ഇതിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ദേവകിയുടെ ഈ വാക്കുകളൊന്നും കേട്ടില്ല. എന്താ ചെയ്ത്, നേരെ അങ്ങ് കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയിട്ടോ കാൽവീടിച്ചു തലയങ്ങോ വട്ടക്കല്ലിൽ തല്ലാനോങ്ങി മായാദേവി കയ്യിൽ നിന്നും കുതിച്ചു ചാടി. കുട്ടി കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കും കംസൻ താഴെ നോക്കി അവിടെ എവിടെയെങ്കിലും ഇട്ടെന്ന്. അപ്പോഴാണ് മുകളിൽ നിന്ന് അശരീരി കേൾക്കുന്നത്. നോക്കിയപ്പോഴോ അവിടെ കാണുന്നത് 8 കരങ്ങളിലും ദിവ്യ ആയുധങ്ങളുമൊക്കെയായി സർവാഭരണ വിഭൂഷിതയായി അങ്ങനെ പ്രോജ്വലിച്ച് നിൽക്കുന്ന സാക്ഷാൽ ദുർഗാദേവിയാണ് കാണുന്നത്. ദേവി പറഞ്ഞ എന്താ, ഹരേ ദുരാചാര നൃശംസ കംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, നിന്നെ വധിക്കാനുള്ളയാൾ വേറൊരു അടുത്ത് ജനിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഉള്ളൊന്ന് ശുദ്ധമായി. കാരണം ഭഗവതിയുടെ ദർശനം ഏറ്റതല്ലേ, വേറെ ആർക്കത് ലഭിച്ചിട്ടുണ്ടോ? ഈ ഭാഗവതത്തിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ദർശനം കിട്ടിയിട്ടുണ്ടോ? ആ കുഞ്ഞിനെ പ്രസവിച്ച യശോദ കണ്ടിട്ടുണ്ടോ ഈ രൂപം? അതേപോലെ തന്നെ നന്ദഗോപർ കണ്ടോ? അവിടെ നിന്ന് മധുരയിൽ വരെ കൊണ്ടുവന്ന് മാറിൽ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്ന നമ്മുടെ വസുദേവർ കണ്ടോ ഈ രൂപം? ആരും കണ്ടില്ല. എന്തിന് ആ കുഞ്ഞിനെ മാറിൽ അമർത്തിപ്പിടിച്ച് കരഞ്ഞ ദേവകീ ദേവി കണ്ടോ? ആരും കണ്ടില്ല. കംസന് മാത്രമേ ആ രൂപം കാണാൻ കഴിഞ്ഞുള്ളൂ. അപ്പം ഒരുപക്ഷെ എന്തായാലും ശരി, കൊല്ലാനായിട്ടാണെങ്കിലും ആ പാദങ്ങളിൽ, ദേവിയുടെ പാദങ്ങളിൽ പിടിച്ചില്ലേ, പിന്നെ എന്താ വേണ്ടത്? അതുകൊണ്ടായിരിക്കാം ആ രൂപം, ആ ദുർഗാദേവി സ്വന്തം രൂപം നമ്മുടെ കംസന് കാണിച്ചു കൊടുത്ത് ഇതിൽ പരം ഭാഗ്യം എന്താണ് വേണ്ടത്? അതോടുകൂടി കംസൻ്റെ മനസ്സ് ശുദ്ധമായി വേഗം ദേവകിയോടും വസുദേവരോടും ഒക്കെ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ദൈവങ്ങൾ കള്ളം പറയുന്ന ഓർത്തില്ല. കാരണം വിഷ്ണു അവതരിക്കുമെന്നല്ലേ പറഞ്ഞത്, ഇങ്ങനെ ഒരു പെൺകുഞ്ഞാണ്, ദേവിയാണ് അവതരിപ്പിക്കുന്നത് വിചാരിച്ചിട്ടില്ല. അനിയത്തി നീ ക്ഷമിക്കൂ, അതുപോലെ വസുദേവരെ അങ്ങനെയും ക്ഷമിക്കണം എന്ന് പറഞ്ഞു.